ഹലോ എവ്രി വൺ, വെൽക്കം ടു ആർട്ട് ആൻഡ് നറേറ്റീവ്സ്. അങ്ങനെ ഒരു വൈകുന്നേരം ഡ്രോയിങ് ബുക്കും എടുത്തു വെച്ച് എന്ത് വരക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആ ഒരു തോട്ട് വന്നത്. വരക്കാനിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെന്നെത്തുക ഏതെങ്കിലും ഒരു ഫ്ലവറിലായിരിക്കും. മിക്കവാറും അത് നമ്മുടെ സൺഫ്ലവർ ആയിരിക്കും, നമ്മുടെ സൂര്യകാന്തി. സൂര്യനെ നോക്കി വിരിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന സൂര്യകാന്തി. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് യെല്ലോ ഒരു ഹാപ്പി കളറാണെന്ന്. ആൾക്കാരുടെ മൂഡൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്യാൻ ഉള്ള എന്തോ ഒരു കഴിവ് നമ്മുടെ മഞ്ഞയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തിയും ഒരു ഹാപ്പി ഫ്ലവറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സൂര്യകാന്തി കംപ്ലീറ്റ് ചെയ്യാൻ വെറും 10 മിനിറ്റ് മതി. തള്ളിയതല്ല, ശരിക്കും. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള യെല്ലോ, ഓറഞ്ച്, റെഡ് സ്കെച്ചൊക്കെ എടുത്ത് ഞാൻ ഈ കാണിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് വരച്ച് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബുക്കിൻ്റെ അറ്റത്ത് ഒരു സെമി സർക്കിൾ വരച്ച് വയ്ക്കുക. അതിന് ചുറ്റും ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇതളുകൾ വരച്ച് ചേർക്കുക. അത്ര പെർഫെക്റ്റ് ആക്കാനൊന്നും കഷ്ടപ്പെടേണ്ട കേട്ടോ. ഇംപെർഫെക്ഷൻസിലും ഇല്ലേ ചില ഭംഗിയൊക്കെ. ഒരുപാട് ഇതളുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കിൽ ഈ ചെറിയ ചെറിയ ഇതളുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൂര്യകാന്തി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറകിൽ വരച്ച ഈ ഇതളുകളിൽ ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് ഇട്ടൊന്ന് ഫില്ലാക്കി കൊടുക്കാം. അത് ഫുൾ ഫില്ലായതിന് ശേഷം നമ്മുടെ മെയിൻ ഇതളുകളില്ലേ, അതിന് ജസ്റ്റ് ഒന്ന് കുറച്ച് ലൈൻസും കുത്തൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റിയ പണിയാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ നടുവിലത്തെ ഈ സെമി സർക്കിൾ മൊത്തം നമ്മൾ ഈ വട്ടമിട്ട് അങ്ങ് നിറച്ച് കൊടുക്കണം. വിചാരിച്ച പോലെയല്ല, ഇത് കുറച്ച് മെനക്കേടാണ്. എന്നാലും നമ്മൾ ബുദ്ധിമുട്ടി തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് അലങ്കോല പണിയും കൂടെ ആയിട്ട് ഒരു ഓറഞ്ച് സ്കെച്ച് എടുത്ത് എല്ലാ പെറ്റൽസും ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി ഇതോടെ അവസാനിച്ചു. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് ഇത്ര മതി. യോസ് ആർട്ട് ആൻഡ് നറേറ്റീവ്. ബൈ.